Yang amgel pomsona sagadim che ye amgel komgani la hanasirene akapeta mon santeni peta magiri ye mando mando neviri petaro അനിക ദേവ ദിവദാസിലെ വിളിക്കും. ഈ കേട്ടതെല്ലാം കൊങ്കിണി ഭാഷയാണ്. കൊങ്കിണി സ്നാക്സിൻ്റെ 5 ഐറ്റങ്ങളുടെ പേരാണ് നമ്മുടെ പാറുവിൻ്റെ അമ്മയാണ്, ഗൗരിയുടെ അമ്മയാണ് പറഞ്ഞത്. നമ്മുടെ ഗൗരിയുടെ സീമന്തമായിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് വ്യാഴാഴ്ച പന്തലിൻ്റെ പണിയുള്ളതുകൊണ്ട് അവർ 3 പേരും അങ്ങോട്ട് പോയി. ഞങ്ങളെല്ലാവരും കൂടെ കടയിൽ പോയിട്ട് വൈകിട്ട് ജോലി തീർക്കാമെന്ന് വെച്ചാൽ പക്ഷേ ഭയങ്കര മഴ, അതുകൊണ്ട് ഒരു ജോലി നടന്നില്ല. പിന്നെ മൈലാഞ്ചി ഇടലൊക്കെ നല്ല തകൃതമായിട്ട് നടന്നു. രാവിലെ എഴുന്നേറ്റ് ചേട്ടൻ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തോട്ട് വെക്കുവാണ്. രാവിലെ എഴുന്നേറ്റാണ് നവനീതും തേജും എല്ലാം മണ്ഡപമല്ല സ്റ്റേജിൻ്റെ ഡെക്കറേഷനും എല്ലാം തുടങ്ങിയത്. ഞാനാണെങ്കിൽ സകല വിളക്ക് തന്നെ 4 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തട്ടങ്ങൾ, പൂജയ്ക്ക് എടുക്കാനുള്ള തട്ടങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചത് അപ്പോഴാണ് കേട്ടോ. എല്ലാം രാവിലെയാണ്. അത് കഴിഞ്ഞ് തേങ്ങ എല്ലാം തിരുമ്മി വെച്ചത് തേജുവാണ് കേട്ടോ. തേജു തേങ്ങ തിരുമ്മി വെച്ചു. അത് കഴിഞ്ഞ് ഗൗരിയെ കുളിക്കാനുള്ള പുറപ്പാടാണ്. ഇപ്പം മണി 8 എങ്ങാണ്ടായി. 10 മണിക്കാണ് പൂജ തുടങ്ങുന്നത്. അതിനു മുമ്പ് ഗൗരിയും ഞങ്ങളെല്ലാവരും പോയി ഓടിപ്പോയി കുളിച്ച് ഒക്കെ നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 പേര് വേണം. 4 പേര് ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് 4 പേരും ഓരോ മഗ് തലയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഗൗരി കുളിച്ചൊരുങ്ങി വന്നോളൂ. എണ്ണ തേക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഓടിപ്പോയി എല്ലാവരും കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് വേണം ഇനി പോയി കുളിച്ചെല്ലാം ഒരുങ്ങി റെഡിയായിട്ട് വരാൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ഡെക്കറേഷൻ പണിയൊക്കെ ഒരുവിധം. വാഴ 2 ഭയങ്കര ഫേമസ് ആയിട്ട് വാഴ 1 അതായത് തേജു. ഇത് വന്ന വാഴ 2 നമ്മുടെ നവനീത്. ഇത് വാഴ 3. ചുമ്മാ ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇത് ഞങ്ങളെല്ലാം കഴിച്ചതിന് ശേഷമാണ് ചേച്ചിയുടെ ബന്ധുക്കളെല്ലാം കായംകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ അകത്ത് ഇരുത്തി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് ഞങ്ങളെല്ലാം ഒരുങ്ങിയിട്ട് വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ പുരോഹിതൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചു. നവഗ്രഹ പൂജയുണ്ട്. അതിനുവേണ്ടി നവധാന്യങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫർ മഹേഷാണ്, വീട്ടിൻ്റെ അടുത്തുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ പൂജയ്ക്ക് മുമ്പ് നമ്മൾ വിളക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്ക് കൊളുത്തി. അത് 4 പേരാണ് ഓരോരുത്തരായിട്ട് വന്ന് തിരി അങ്ങോട്ട് കൊളുത്തി വെച്ച് ഇനി പൂജയൊക്കെ തുടങ്ങാൻ പോകുകയാണ്. നവഗ്രഹ പൂജയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നവഗ്രഹ പൂജ കൂടാതെ ഹോമവും നടത്താറുണ്ട്. ഹോമത്തിൽ ഇടാൻ വേണ്ടി നമ്മുടെ കറുക, ചമത, പിന്നെ അരയാൽ, പേരാൽ, അങ്ങനെ വേറെ 2 ഐറ്റം കൂടെ ഉണ്ട്. അതിൻ്റെ കമ്പെല്ലാം കൂടെ നമ്മുടെ പുരോഹിതൻ നേരത്തെ നമുക്ക് ലിസ്റ്റ് തന്ന അനുസരിച്ച് എത്ര എണ്ണം വേണമെന്നുണ്ട് ഓരോ കമ്പിനും. അതെല്ലാം നല്ല മുറിച്ച് നല്ല അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗൗരിക്ക് കൊടുക്കാനുള്ള ചെക്കൻ്റെ വീട്ടിൽ നിന്നും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും സാരി കൊടുക്കണം, സ്വർണം കൊടുക്കണം, പിന്നെ അഷ്ടമംഗല്യം, വള, കൺമശി, കുങ്കുമം, ചീപ്പ്, അങ്ങനെ അഷ്ടമംഗല്യം നമ്മൾ 2 സെറ്റായിട്ട് എല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൂജയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പേ കുളിച്ചൊരുങ്ങിയൊക്കെ വന്നതിന് ശേഷം മുതിർന്നവരെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു പതിവുണ്ട്. അത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചതിന് ശേഷം പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ പൂജയെല്ലാം ആരംഭിക്കുന്നത്. പൂജ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഗൗരിയുടെ കുഞ്ഞമ്മയും ചിറ്റപ്പനും മക്കളും എല്ലാം ആലപ്പുഴയിൽ നിന്ന് വന്നത്. ഇച്ചിരി വരാൻ വേണ്ടി വൈകിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും ഇങ്ങനെ വീഡിയോ കൊടുത്തിട്ട് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അനിയത്തിയുടെ മോളാണ്. അവൾ പൂ എങ്ങനെ വെക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പാവം അവൾക്ക് നിറയെ തലമുടിയായിരുന്നു. ഇപ്പോൾ ഒരു പനി വന്നതിന് ശേഷം മുടി മൊത്തം കൊഴിഞ്ഞു പോയി. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി മുടിയായിരുന്നു. എന്തോ അത് കാണുമ്പോൾ സങ്കടം വരും.
ഈ ഹോമത്തിൽ നിന്ന് വരുന്ന പുക കൊള്ളണമെന്നാണ് കേട്ടോ ഭാര്യയും ഭർത്താവ്, അതായത് ഗർഭിണിയുടെ ഭർത്താവ്, അതായത് എൻ്റെ മോനും മോളും. അപ്പോൾ രണ്ടുപേരും കൂടെ പുക കൊള്ളണം. അതായത് നമ്മൾ അരയാൽ, പേരാൽ, ചമത എന്നൊക്കെ പറഞ്ഞില്ലേ, വേറെ 2 ഐറ്റം കൂടെ ഉണ്ട്, ഞാൻ പേര് ഓർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പുകയൊക്കെ നല്ല മരുന്നാണത്രേ, നല്ല ഔഷധ ഗുണമുള്ള മരുന്നാണ്. അപ്പോൾ അതിൽ നിന്നുള്ള പുക രണ്ടുപേരും ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ലതാണ്, അതുകൊണ്ട് അടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ പുകയായതുകൊണ്ട് പാവം ഗൗരി അങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ് കുറച്ച് അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീശിയൊക്കെ കൊടുത്തേ. ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ട് വീശിയൊക്കെ കൊടുത്തപ്പോൾ കുറച്ച് സമാധാനമായി. ഈ കാണുന്നത് ഗൗരിയുടെ കയ്യിൽ നവനീത് ആദ്യമേ ഒരു ഉഴുന്നുപരിപ്പ് നടുക്ക് വെച്ചിട്ട് ചുറ്റും ഗോതമ്പ് വെക്കുന്നു. അത് കഴിഞ്ഞ് പശുവും പാലൊഴിക്കുന്നു. അത് കഴിഞ്ഞ് ഗൗരി കഴിക്കണം. നവനീത് ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്താണ് അവിടുന്ന് പുംസവനം എന്ന്. ഗൗരിയും നവനീതും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കറുക നീര് നമ്മൾ ചെക്കൻ പെണ്ണിൻ്റെ മൂക്കിൽ പിഴിഞ്ഞൊഴിക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും തുളസിത്തറയിൽ പ്രദക്ഷിണം ചെയ്തിട്ട് നേരെ നമ്മുടെ ആദിത്യ ഭഗവാനെ, അതായത് സൂര്യഭഗവാനെ ചെന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ് ഈ കാണുന്നത്. രസകരമായ ആചാരങ്ങൾ അല്ലേ, നമ്മൾ പാരമ്പര്യത്തിലുള്ള ഇതാണ്. വേറെ ഒരു പരിപാടി പോറാ, നീ സൂര്യനെ കാണുന്നുണ്ട്. വാ, എടാ മായ സിംഗ് വരാം, ഇവിടെ ഫ്രണ്ട് വന്നിക്ക് വന്ന് തൊഴു തരുന്നു. ആദ്യത്തിന് ഇപ്പം എവിടാ? സൂര്യനെ വേണം നോക്കാൻ, സൂര്യഭഗവാനല്ലേ. ഇനി ഈ പൂജയ്ക്കിടയ്ക്ക് ഒരു തമാശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കടങ്കഥയൊക്കെ, പണ്ട് കടങ്കഥയൊക്കെ പറഞ്ഞ് നമ്മൾ കൂട്ടത്തിലെല്ലാവരും വരുമ്പോൾ ഒരു കടങ്കഥയൊക്കെ ചൊല്ലി കഥകളൊക്കെ പറഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഒരു പടം ഒട്ടിച്ചിട്ട് നമ്മൾ കൃഷ്ണൻ്റെ ഒരു സ്റ്റിക്കറും രാധയുടെ സ്റ്റിക്കറും എടുത്തു വെച്ചു. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ആണാണോ പെണ്ണാണോ ഇഷ്ടമെന്നുള്ളെങ്കിൽ ഒന്ന് ആണാണെങ്കിൽ കൃഷ്ണൻ്റെ പടവും പെണ്ണാണെങ്കിൽ രാധയുടെ പടവും സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ രാധയുടെ പടമാണ് 2 അധികം വന്നത്, കൂടുതൽ നിൽക്കുന്നത് കേട്ടോ. ഇതാണ് മുള്ളൻ പന്നിയുടെ മുള്ളിനകത്ത് നമ്മൾ അത്തിപ്പഴത്തിൻ്റെ കൊല പോലെ കെട്ടിയിട്ട് റോസാപ്പൂ എല്ലാം വെച്ചിട്ട് ഗായത്രി മന്ത്രം ചൊല്ലി ലാസ്റ്റ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ വെച്ച് നമ്മൾ അത് കുത്തി വെക്കുന്നു. ഇത് മുള്ളൻ പന്നിയുടെ മുള്ളെന്നും പറഞ്ഞ് ഇത് ഒറിജിനൽ അല്ല കേട്ടോ, ഇത് വെറുതെ പ്ലാസ്റ്റിക്കാണ്. കാരണം ഒറിജിനലൊന്നും നമുക്ക് എടുത്തുവിടല്ലോ, പ്ലാസ്റ്റിക് ആകുമ്പോൾ ഇത് ഞങ്ങൾക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ശ്രീമന്തത്തിൻ്റെ ചടങ്ങിന് പ്രധാനമാണ്. അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മുള്ളൻ പന്നിയുടെ മുള്ള് പോലത്തെ സംഭവം ഉണ്ട്, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഗോതമ്പ് മാല ഇടുന്നത്. ഗോതമ്പ് മാലയുടെ വിവരണമൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഓടി ചെന്ന് ഷോർട്സ് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതിനിടയ്ക്ക് ഊണൊക്കെ ഇടയ്ക്ക് തുടങ്ങിയായിരുന്നു. ചോറുണ്ട് കഴിഞ്ഞവരൊക്കെ പിന്നെയും കൃഷ്ണനെയും രാധയും സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള ബഹളമായിരുന്നു കേട്ടോ. കുറേ പേര് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു തമാശയാണ്. കുഞ്ഞ് ആണായാലും പെണ്ണായാലും നമുക്ക് എന്തായാലും ശരി, നമുക്കത് പൊന്നോമനയാണ്. എങ്കിലും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആരൊക്കെ പറഞ്ഞാലും ശരി, നമുക്കൊരു ആകാംക്ഷ ഉണ്ട്, പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്നൊക്കെ മനസ്സിലൊരു ആകാംക്ഷയുണ്ട്. പക്ഷെ പുറത്താരും പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒരു തമാശയായിട്ടാണ് കൃഷ്ണൻ്റെ രാധയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ വേണ്ടി കൊടുത്തത്. അതെല്ലാം കഴിഞ്ഞ് ആരതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ചടങ്ങുണ്ട്. നമ്മൾ നവരാത്രിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ചടങ്ങ്. പലഹാരം കൊടുക്കുന്നതിന് മുമ്പുള്ള ചടങ്ങാണ് കേട്ടോ. നമ്മൾ അരി 4 പ്രാവശ്യം സാരിത്തുമ്പിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ, പഴം, വീടോ ഒക്കെ വെച്ചിട്ട് സ്വർണ്ണം ഇടണമെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ മാലയും ഒരു കമ്മലാണ് കൊടുത്തത്. മാലയും ഇട്ട് കമ്മലും കൊടുത്തു. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ അത് ആ ചെക്കൻ്റെ അമ്മയും ചെയ്യണം, പെണ്ണിൻ്റെ അമ്മയും ചെയ്യണം കേട്ടോ. സാരിയും കൊടുക്കണേ, പുതിയ സാരിയെ കൊടുക്കണം. സാരി
ഞാൻ കൊടുത്ത വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത സാരിയാണ് കേട്ടോ. ഇത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ഇതുപോലെ തന്നെ അരി ഇടണം, തേങ്ങ പഴം വീടോ കൊടുക്കണം, പിന്നെ സ്വർണ്ണം ഇടണം. അവിടെ നിന്നും മാലയാണ് ഇട്ടത്, 2 പേര്. ഇവിടെ നിന്നും അവിടെ നിന്ന് ഓരോ മാല കിട്ടിയിട്ടുണ്ട്, പിന്നെ കമ്മലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിളക്കും കൊളുത്തി അകത്ത് കൊണ്ട് പൂജാമുറിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഗ്രഹനാഥൻ ആരാണോ ആ ഗ്രഹനാഥൻ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അക്ഷതം തലയിൽ ഇട്ട് ആശീർവാദം കൊടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് വിശന്ന് ഒരു വിധമാവ് നമുക്ക് പോയി ചോറുണ്ടാം. അപ്പോൾ ഞാൻ എപ്പോഴും വെക്കുന്ന കറി തന്നെയാണ് കേട്ടോ. ചമ്മന്തിപ്പൊടിയുണ്ട്, നാരങ്ങാച്ചാറ്, മാങ്ങാച്ചാറ്, തൈരിട്ട നമ്മുടെ ഇഞ്ചിക്കറി, പിന്നെ ശീമച്ചക്കയുടെ കറി ഉണ്ടായിരുന്നു, പിന്നെ ഒഴിക്കാൻ പരിപ്പുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു. 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു, അരിപ്പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.